നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ പാക്കനാരുടെ സിദ്ധിയെ പറ്റി പറയുന്ന മറ്റൊരു കഥ പറയുകയാണ്. പറയിപ്പറ്റ പന്തിരകുലത്തിലെ ശ്രേഷ്ഠന്മാരാണ് എല്ലാവരും, പാക്കനാർ പ്രത്യേകിച്ചും. പെരുന്തച്ഛൻ്റെ കഥകൾ എത്രയാ കിടക്കണേ, അത് ഇനി വേറെ ഉണ്ട് കേട്ടോ. ഈ പാക്കനാരൊരു ദിവസം അപ്പോൾ അഗ്നിഹോത്രിക്ക് ഇങ്ങനെ മനസ്സിന് വല്ലാത്തൊരു വിഷമം. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, തൻ്റെ അനിയന്മാർ ഈ ആണ്ടിലൊരിക്കൽ തൻ്റെ ഇല്ലത്തേക്ക് ശ്രാദ്ധാദി, അച്ഛൻ്റെ അമ്മയുടെ ശ്രാദ്ധാദി കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഒന്ന് വരണത്. അവർ വരുമ്പോൾ തൻ്റെ കുടുംബിനിയായ ഈ നങ്ങേലി അന്തർജനം വേണ്ട വിധത്തിൽ അവരെ സൽക്കരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ഒരുകൂട്ടം അപമാനമല്ലേ അവർക്ക് ഉണ്ടാക്കുന്നത്. അതിഥികളെ അപമാനിക്കണത് ഒട്ടും ശരിയല്ല. അതിഥി ദേവോർഭവ എന്ന സംസ്കാരമുള്ളവരാണ് നമ്മളൊക്കെ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അഗ്നിഹോത്രി ഒരു ദിവസം എന്ത് തീരുമാനിച്ചു? എൻ്റെ അനിയന്മാരെ ഒക്കെ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിൽ ഞങ്ങൾ 10 പേര് ഇവിടെ കൂടുന്നവർ, ഞങ്ങളൊക്കെ ആരാണെന്നുള്ള കാര്യം ഈ നങ്ങേലി അന്തർജനത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ടേ പറ്റുള്ളൂ, അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകും എന്ന് കരുതി ഇത്തവണ അങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ വേദനയുണ്ടാക്കിയൊരു സംഭവമാണ് പാക്കനാർ കൊണ്ടുവന്ന ആ പശുവിൻ്റെ മുല്ല. ഈ പറയന്മാരല്ലേ ചത്ത മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോവുക. അതുകൊണ്ട് പാക്കനാർക്ക് കിട്ടിയത് ചത്ത ഒരു പശുവിൻ്റെ മുലയാണല്ലോ കൊണ്ടു തന്നെ. അശ്രീകരം കാണുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഒക്കെയാണ് അന്തർജനത്തിനുണ്ടായത്. മാത്രമല്ല, ഇങ്ങനെ വൃത്തിയില്ലാത്ത ഈ വക ആൾക്കാരുമായിട്ടാണല്ലോ തൻ്റെ ഭർത്താവായ അഗ്നിഹോത്രി കൂട്ടുകൂടിക്കൊണ്ടിരിക്കണത് എന്നോർത്തിട്ട് ആകെ ഒരു അമർഷവും ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പവിത്രതയൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അഗ്നിഹോത്രി അടുത്ത ശ്രാദ്ധത്തിനൊരു കാര്യം ചെയ്യാം എന്ന് കരുതി തലേ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരും വന്നു. അനിയന്മാരൊക്കെ വന്നു. രാത്രിയിൽ ഒരിക്കലിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് കഴിച്ചു. ബാക്കി 9 അനിയന്മാരും തനിക്ക് തൻ്റെ അറ എവിടെയാണോ, താനും അന്ന് ഒരിക്കലും ഉണ്ടട്ടോ, ഓരോരുത്തർക്ക് ഓരോരോ മുറികളാണ് കിടന്നുറങ്ങുന്നതിന് തരപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. രാത്രിയായി, ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കിടപ്പൊക്കെ ആയി. അഗ്നിഹോത്രി തനിക്കുള്ള തൻ്റെ അറയിൽ പ്രവേശിച്ചു. അന്തർജനത്തോട് പറഞ്ഞു, ആട്ടെ നങ്ങേലി, ഒരു കാര്യം, നമുക്ക് അനിയന്മാരൊക്കെ ഉറങ്ങിയോ എന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ്, നല്ല വാക്ക് പറഞ്ഞ് അന്തർജനത്തിൻ്റെ മുറിയിൽ നിന്ന് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കി. ആദ്യം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മുറിയിലേക്ക് ചെന്നപ്പോൾ തൊട്ട് നേരെ താഴെയുള്ള അനുജനായ നാറാണത്ത് കിടക്കുന്നു. നാറാണത്ത് തമ്പുരാൻ ഇളയതിൻ്റെ മഠത്തിൽ വളർന്ന ആളാണ് ആദ്യത്തെ അനിയനായ നാറാണത്ത് തമ്പുരാൻ. നാറാണത്ത് തമ്പുരാൻ ഒരു തൂക്കുവിളക്ക് ഇങ്ങനെ കത്തിച്ച് വിളക്ക് വെച്ചിട്ടുണ്ട്. ചെറിയ വെളിച്ചത്തിൽ അദ്ദേഹം ശാന്തനായി കിടന്നുറങ്ങുന്നത് കാണാം. അപ്പോൾ പതുക്കനെ ജനൽപ്പാളി പതുക്കനെ തുറന്നൊന്ന് നോക്കിയാൽ മതി, അദ്ദേഹത്തെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നങ്ങേലി അന്തർജനത്തിനെ കൊണ്ട് ഇങ്ങോട്ട് അഗ്നിഹോത്രി തന്നെത്താനെ മനഃപൂർവ്വത്തിനെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തർജനത്തെ ചേർത്ത് പിടിച്ചു. എന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രിയുടെ ശരീരത്തിൽ തൻ്റെ വലത് കൈ വച്ചുകൊണ്ടാണ് വലത്തെ തോളിലേക്ക് പുറകിൽ നിന്ന് ഇങ്ങനെ കൈ വെച്ചുകൊണ്ടാണ് ജനലയ്ക്ക് ഉള്ളിലൂടെ നാറാണത്ത് കിടന്ന് ഉറങ്ങുന്നത് നോക്കിയത്. ശാന്തമായി ഉറങ്ങുകയാണല്ലോ അദ്ദേഹത്തെ നോക്കിയത്. നോക്കുമ്പോൾ ആ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കിടന്നുറങ്ങുന്ന ആളെ നോക്കിയപ്പോൾ പാദമാണ് ഇവിടെ കണ്ടത്. പാദം തൊട്ട് നോക്കിയപ്പോൾ ചെന്താമരപ്പൂവിൻ്റെ മനോഹാരിതയുള്ള പാദം. നാറാണത്തിന് ഇത്ര ഭംഗിയുള്ള കാലടികളോ എന്ന് തോന്നി. പിന്നീട് അങ്ങോട്ട് കാൽമുട്ടുകൾ, ഭംഗിയുള്ള തുടകൾ, ഒതുങ്ങിയ അരവയറ്, അരക്കെട്ട്, വയറ്, മാറ്, കൈകൾ, മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ സുന്ദരമായ അധരപുടം, നാസിക, കണ്ണിങ്ങനെ അടഞ്ഞാണ് കിടക്കണേ. തിരുനെറ്റി, ഭാലം, കേശ അലങ്കാരം, കേശം, തലമുടി ഇങ്ങനെ അഴിച്ചിട്ട പോലെ ഇത് കിടക്കുന്നു. ആരായി കിടക്കണേ? നാറാണത്തോ?
എന്നിങ്ങനെ തോന്നി അന്തർജനത്തിന്. ഇത് ആരാ? അദ്ദേഹം ചോദിച്ചു, അഗ്നിഹോത്രിയോട് ചോദിച്ചു, ആര്യപുത്ര, ഇവിടെ ആരാ ഈ കിടന്നുറങ്ങണേ? അത് നാറാണത്ത്, നമ്മുടെ അനിയൻ നാറാണത്ത് തമ്പുരാൻ. നാറാണത്തോ? അല്ലല്ലോ അല്ലല്ലോ, ഇത് നാറാണത്തല്ലല്ലോ. അന്തർജനത്തിന് അങ്ങോട്ട് പരിഭ്രമായി. അയ്യോ, ഇത് നാറാണത്തല്ലല്ലോ. ആരാത്? നങ്ങേലി സൂക്ഷിച്ചു നോക്കൂ, ആരാന്നാ തോന്നണേ എന്ന് പറഞ്ഞു. നങ്ങേലി അന്തർജനൻ കൈ കൂപ്പിയിട്ട് മഹാവിഷ്ണുവായിട്ട് തോന്നി. എങ്കിലും അന്തർജനത്തിൻ്റെ നാവിൽ ആദ്യം വന്നത് കേശവാ, ഹരേ കേശവാ, കേശവാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തൊഴുതു. അപ്പോൾ അത് മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ് നാറാണത്ത് തമ്പുരാൻ എന്ന് നങ്ങേലി അന്തർജനത്തിന് മനസ്സിലായി. അടുത്ത അറയിലേക്ക് പോയി. ഈ മുറിയിൽ കിടക്കുന്ന, ഈ അറയിൽ കിടക്കുന്ന അനിയൻ ഉറങ്ങി നോക്കാം. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താ, നീണ്ട് നിവർന്ന് കിടക്കുന്നു. അപ്പുറത്ത് കണ്ട ആൾ തന്നെ. പക്ഷേ എന്താ, തലയ്ക്കൽ ഒരാൾ നിൽപ്പുണ്ട്, കാൽക്കലും ഒരാൾ നിൽപ്പുണ്ട്. തലയ്ക്കൽ നിൽക്കുന്നത് അർജുനൻ, അല്ല, പാദത്തിൽ നിൽക്കുന്നത് അർജുനൻ. ഓഹോ, അർജുനൻ. തലയ്ക്കൽ നിൽക്കുന്നത് ദുര്യോധനൻ. രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അന്തർജനത്തിന് മനസ്സിലായി, മഹാഭാരത യുദ്ധകാലത്ത് അർജുനനും ദുര്യോധനനും രണ്ടുപേരും നാരായണനോട് യുദ്ധത്തിൽ സഹായം ചോദിച്ചു വന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. തലയ്ക്കൽ നിൽക്കുന്നത് ദുര്യോധനനല്ലേ, താഴെ നിൽക്കുന്നത് കാൽക്കൽ നിൽക്കുന്നത് അർജുനനല്ലേ? അർജുനനെയും ദുര്യോധനനെയും തലയ്ക്കലും പാദത്തിലുമായി കണ്ടപ്പോൾ കിടക്കുന്നത് നാരായണനാണല്ലോ എന്ന് നങ്ങേലി അന്തർജനൻ മനസ്സിലാക്കി. നാരായണ 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 എന്ന് പറഞ്ഞ് അങ്ങ് തൊഴുതു. ഉടനെ അഗ്നിഹോത്രി പറഞ്ഞു, നങ്ങേലി വരൂ, നമുക്ക് അടുത്തന്നെ മറ്റേ ആൾ ഉറങ്ങി നോക്കാം എന്ന് പറഞ്ഞ് അവിടെ ചെന്നു നോക്കിയപ്പോഴെന്താ, അവിടെയും കിടക്കുന്ന ഈ ആൾ തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നങ്ങേലി അമ്മയുടെ അന്തർജനത്തിൻ്റെ നാക്കിൽ വന്നത്, മാധവ, എൻ്റെ മനസ്സിലല്ലേ മാധവൻ എപ്പോഴും ഇരിക്കണത്, മാധവ മാധവ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തൊഴുതു. അത് കഴിഞ്ഞു. അവിടെ പിന്നത്തെ അടുത്ത അറയിലേക്ക് ചെന്നപ്പോഴോ, അടുത്ത അറയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പട്ട കൊടുത്തിട്ടുണ്ട്, ഓടക്കുടൽ കയ്യിലുണ്ട്. ഒരു കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുക. ഒരു ചെറുവിരൽ കൊണ്ട്, ചെറുവിരലാലൊരു പർവ്വതത്തെ മലയേനി, ചെറുവിരലാലൊരു വൻമലയേനി കുടയായി നിർത്തുമ്പോൾ ചുറ്റുകൂടി നിൽക്കുന്ന ബാലകരൊക്കെ ആ സമയത്ത് ഈ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച ഒരു വിരൽ കൊണ്ട് കുടയായി ചൂടിക്കൊണ്ട് നിൽക്കുന്ന ഈ ബാലകനെ കണ്ടപ്പോൾ, നന്ദകുമാരനെ കണ്ടപ്പോൾ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ചുറ്റും നിൽക്കുന്ന ബാലകരൊക്കെ എന്താ വിളിച്ചേ? ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചു. അതേ വിളി തന്നെ ഇവിടെ നങ്ങേലി അന്തർജനവും വിളിച്ചു. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തൊഴുതു. അവിടെ കണ്ടതും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ അദ്ദേഹത്തിൻ്റെ അഗ്നിഹോത്രിയുടെ ആര്യപുത്രൻ്റെ അനുജനാണ്. അവിടെ അടുത്ത അറയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴോ അവിടെ മധുസൂദന എന്നാണ് തോന്നിയത്. ആള് കിടക്കണ കണ്ട വഴി മധുസൂദന മധുസൂദന എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ അടുത്ത അറയിലേക്ക് ചെന്ന് കണ്ടപ്പോഴോ ഓലക്കുടയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരാൾ, ഒരു ബാലമൂർത്തിയായിട്ട്, ബാലകനായിട്ട്, വടു സന്യാസി രൂപത്തിൽ. വാമനമൂർത്തേ ത്രിവിക്രമസ്വാമി എന്ന് പറഞ്ഞുകൊണ്ടും അന്തർജന അവിടെയും തൊഴുതു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, അടുത്ത അറയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴോ ഋഷികേശ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്തർജനം ആ അറയ്ക്കകത്തുള്ള അനിയനെ കണ്ടതും ഒക്കെ. പിന്നത്തെ ഏറ്റവും അടുത്ത അറയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബാലരൂപം ഇങ്ങനെ ചെരിഞ്ഞ് നോക്കുമ്പോൾ ആരെ തിരിഞ്ഞിങ്ങനെ നോക്കുക. അപ്പോൾ പുറകിലിങ്ങനെ കെട്ടിയിട്ടേക്ക് ഒരു ഉരലും വലിച്ചു കൊണ്ടുവരുന്ന ദാമോദരനായ രൂപം. ഈ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ എൻ്റെ ആര്യപുത്രൻ്റെ അന്യൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദാമോദര രാമകൃഷ്ണ ദാമോദര
രാമകൃഷ്ണ ദാമോദര എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അന്തർജനം തൊഴുതു. അയ്യോ, ഇനി ഒരാളും കൂടിയേ ബാക്കിയുള്ളൂ, അതാ ശരിക്കും മഹാവിഷ്ണു തന്നെയായിരിക്കും, എനിക്കിപ്പോൾ വിശ്വരൂപം കാണാൻ പറ്റുമായിരിക്കും എന്ന് കരുതി നങ്ങേലി അന്തർജനം തൻ്റെ ഭർത്താവിനെ തൊട്ടുകൊണ്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഹരേ ഹരേ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ വലതു തോളിൽ കൈവച്ചുകൊണ്ട് അറയ്ക്കകത്തേക്ക് അങ്ങ് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ അനന്തശായിയായ ഭഗവാൻ അങ്ങനെ കിടക്കുന്നു. പൂക്കിൾ കുടിയിൽ നിന്ന് മനോഹരമായ താമരപ്പൂ വിടർന്നിരിക്കുന്നു. അതിൽ ബ്രഹ്മാവ് അങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. പത്മനാഭ, നാഭിയിൽ നിന്നും പത്മം വിടർന്നു നിൽക്കുന്ന ഈ രൂപത്തിൽ മഹാവിഷ്ണുവിനെ വിളിക്കേണ്ടതെന്താ? പത്മനാഭ പത്മനാഭ എന്ന് 3 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു തൊഴുതു. അത് കഴിഞ്ഞ് അഗ്നിഹോത്രിയുടെ പാദങ്ങൾ കണ്ടപ്പോൾ ഇവിടെയും ആ മഹാവിഷ്ണുവിൻ്റെ പാദങ്ങൾ തന്നെയാണല്ലോ. മുഖത്ത് നോക്കിയപ്പോഴോ കൃഷ്ണൻ തന്നെ, മഹാവിഷ്ണു തന്നെ, വിഷ്ണു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെയും അദ്ദേഹം അന്തർജനം തൊഴുകയുണ്ടായി. അപ്പോൾ ഈ 10 രൂപത്തിൽ തൻ്റെ ഭവനത്തിലേക്ക് വരാറുള്ള, അതിഥികളായി എത്തിച്ചേരാറുള്ള തൻ്റെ ഭർത്താവിൻ്റെ അനുജന്മാർ 9 പേരും തൻ്റെ ഭർത്താവായ അഗ്നിഹോത്രിയും ഇവർ 10 പേരും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണെന്ന സത്യം നങ്ങേലി അന്തർജനത്തിന് മനസ്സിലായി. അതിനുശേഷം അന്തർജനം അനിയന്മാരെ പരിഹസിച്ചിട്ടില്ല, പുച്ഛിച്ചിട്ടില്ല, അതിഥി സൽക്കാരത്തിൽ യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല. വേണ്ട വിധത്തിൽ അവരെ ആചരിച്ച് വിളിച്ചിരുത്തി സൽക്കരിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടെ അടുത്താണ്ടിലും വരണട്ടോ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി യാത്രയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ അഗ്നിഹോത്രിയും അനുജന്മാരായ 11 പേരും 11 പേരെന്ന് പറഞ്ഞാൽ വായില്ലാ കുന്നിലപ്പനും ഇതേപോലെ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാം. കാരകലമ്മ മഹാലക്ഷ്മി എന്നെ കേട്ടോ. ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 പേരും വിഷ്ണുമയം തന്നെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇനി എല്ലാവർക്കും നന്ദി. ഈ കഥ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് കേൾക്കൂ, മറ്റുള്ളവർക്ക് ആകുന്നത്ര പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാനോ കഥകൾ കേൾക്കാനോ ഒക്കെ പ്രേരിപ്പിക്കും. ഇത് നമ്മുടെ നാടിൻ്റെ ആ ഒരു പുരാതന കാലത്ത് ഐതിഹ്യങ്ങളല്ലേ, നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യങ്ങളല്ലേ കേരളത്തിലെ പറയിപ്പറ്റ പന്തിരുകുലം.